ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. നമ്മൾ കഴിഞ്ഞ ആഴ്ചയും കഴിഞ്ഞതിൻ്റെ പിന്നത്തെ ആഴ്ചയും സിൽവറിൻ്റെയും ഗോൾഡിൻ്റെയും ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി നമ്മളവിടെ സംസാരിച്ചത് സിൽവർ ആയിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം തൊട്ടേ സിൽവറിൻ്റെയും ഗോൾഡിൻ്റെയും വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ആ പഴയ വീഡിയോ ഒക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വേണമെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കാം. ഞാൻ മുകളിൽ ഐ ബട്ടണിൽ ലിങ്ക് കൊടുക്കാം. ഇന്നിപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഈ വീഡിയോ ആയിട്ട് വരാൻ കാരണം ഇന്ന് രാവിലെ ഒരു ഹെവി സെല്ലിങ് സിൽവറിൽ കണ്ടു. ഇപ്പോൾ സിൽവറിൻ്റെ നമുക്ക് 1 ഇയർ ചാർട്ടാണ് ഈ കാണുന്നത്. നമുക്ക് ഒരു 1 ഡേ ചാർട്ട് എടുത്ത് നോക്കാം. 1 മന്ത് ഡെയിലി ചാർട്ട് എടുക്കാം. 1 മന്ത് ഡെയിലി ചാർട്ട് ഇത് കണ്ടോ. ഇന്ന് രാവിലത്തെ അവസ്ഥയാണ് സിൽവറിൽ. ഓപ്പൺ ചെയ്തിരിക്കുന്ന ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ്. ഇതെല്ലാം ഒരു ദിവസത്തെ ഡെയിലി ചാർട്ടാണ്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്തിരിക്കുന്നത് തന്നെ ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ്. അതായത് ഇവിടെയാണ് ഓപ്പണിംഗ് പ്രൈസ്. അവിടുന്ന് ഹ്യൂജായിട്ട് താഴേക്ക് പോയി. നമുക്കിവിടെ കാണാം 250 താഴേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 285-ലാണ്. 250 താഴെ പോയിട്ട് 285 ട്രേഡ് ചെയ്യുന്നു. ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഏതാണ്ട് ഒരു 300-ലായിരുന്നു ഇത് ഓപ്പൺ ചെയ്തത്. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു സിനാരിയോ ഇവിടെയും വന്നിട്ടുണ്ട്. ഈ സൈഡിൽ ഇങ്ങനെ ഒരു സിനാരിയോ വന്നിട്ട് അത് ഏതാനും ദിവസം നീണ്ടു നിൽക്കുകയും പിന്നെ ഇതിൻ്റെ ഒരു ഹൈ ബ്രേക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പ്രീവിയസ് ഹൈ കൂട്ടാം. പ്രീവിയസ് ഹൈ അല്ലെങ്കിൽ പ്രീവിയസ് ക്ലോസ് കൂട്ടാം. പ്രീവിയസ് ക്ലോസിലേക്ക് എത്താൻ ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ അത് പ്രീവിയസ് ക്ലോസിലേക്ക് എത്തുകയും മുകളിലേക്ക് കയറിപ്പോവുകയും ചെയ്തു. പ്യുവറായിട്ട് കാണാൻ ഇത് പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. പക്ഷേ ഇവിടെ അത് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ്. സോ ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ എന്തോ സെല്ലിംഗ് പ്രഷർ ഉണ്ട് സിൽവറിന്. അപ്പോൾ നമുക്ക് വീണ്ടും 1 ഇയർ ചാർട്ടിലേക്ക് പോവാം. ഇതിപ്പോൾ സിൽവറിൽ മാത്രമല്ല ഗോൾഡിലും ഈ ഒരു സംഭവം സെല്ലിങ് നമുക്ക് കാണാൻ പറ്റും. സിൽവറാണ് ഏറ്റവും കൂടുതൽ കയറിയേക്കുന്നത്. സോ ഇടിയുമ്പോഴും ന്യായമായിട്ടും സിൽവർ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇടിയുക. അതുപോലെ തന്നെ ഇന്നലെ ഗോൾഡായിരുന്നു ഏറ്റവും കൂടുതൽ കയറിയത് സിൽവറിനെ അപേക്ഷിച്ച്. അപ്പോൾ ആ ഒരു കയറ്റം ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതിന് തീരുമാനമായി. ഇതിലിപ്പോൾ എൻ്റെ പേഴ്സണൽ വ്യൂ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ വിചാരിക്കുന്നത് ഇനിയും സിൽവറും ഗോൾഡും കയറുമെന്നുള്ളതാണ്. പക്ഷേ ഞാൻ ട്രേഡ് ചെയ്യുമ്പോൾ കുറേ പ്രിക്കോഷൻസ് എടുക്കാറുണ്ട്. ഒന്ന്, ഇതിനി താഴേക്ക് പോവുകയാണെങ്കിൽ ഫർദർ ഇതിൽ ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവില്ല. കാരണം താഴേക്ക് പോവുകയും ഒരു അക്യുമുലേഷൻ സ്റ്റേജൊക്കെ കഴിഞ്ഞ് ഒരു ബ്രേക്ക് ഔട്ടിലേക്ക് വരുന്ന ഒരു സിനാരിയോ കണ്ടു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ മേടിച്ചതെല്ലാം ലാഭത്തിലേക്ക് ആയിക്കഴിഞ്ഞിട്ടേ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. അല്ലാതെ പെട്ടെന്ന് കയറിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് താഴേക്ക് പോവുകയാണെങ്കിൽ ഉണ്ടാവില്ല. അത് നമ്മൾ സ്റ്റോക്കിലും അപ്ലൈ ചെയ്യേണ്ടതാണ്. ഇതിപ്പോൾ ETF ആണ്, സിൽവറും ഗോൾഡും ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ അപ്ലൈ ചെയ്തില്ലേ പോലും നിങ്ങൾ താഴേക്ക് പോകുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത പ്രശ്നമില്ല. പക്ഷേ ഒരു കമ്പനിയിൽ ഒരു സ്റ്റോക്കിൽ അത് താഴേക്കാണ് പോകുന്നതെങ്കിൽ അതിൽ ആവറേജിങ് ചെയ്യാതിരിക്കുക. അതിപ്പോൾ ഞാനൊരു 5-6 വർഷം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിപ്പോൾ ഉണ്ടോയെന്ന് നോക്കണം ആ വീഡിയോ. അത് കണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ ഈ മുകളിൽ ഐ ബട്ടണിൽ കൊടുത്തേക്കാം കേട്ടോ. മുകളിൽ നോക്കി അറിയാൻ പറ്റും. അതായത് ആവറേജ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയ മണ്ടത്തരമാണ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ എന്നുള്ളത്. എന്നാൽ ചില സ്ഥലങ്ങളിൽ നമുക്ക് ആവറേജ് ചെയ്യാം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിലേക്ക് കയറുമെന്ന് ഉറപ്പുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ആവറേജ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ Nifty 50 ഇൻഡെക്സ്. അത് ഈ കറക്ഷനിലും അതിൻ്റെ ഒരു ശക്തി മനസ്സിലായതായിരിക്കും. വലിയ കയറ്റം ഇല്ലെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ കയറിയത് ഇന്ത്യൻ മാർക്കറ്റ് അതാണ്. നമ്മൾ ഈ ഗോൾഡും സിൽവറും കമ്മോഡിറ്റി ഒഴിവാക്കി കഴിഞ്ഞാൽ കേട്ടോ. ഏറ്റവും കൂടുതൽ കയറിയിരിക്കുന്നത് Nifty 50 ആയിരുന്നു. സോ ഓരോ 1000 പോയിൻറ്റ് Nifty 50 ഇടിയുമ്പോഴും നമുക്ക് Nifty 50-ൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ Nifty 50 25,000 ഇടിയുമ്പോൾ 1 ലക്ഷം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ 24,000 ആകുമ്പോൾ നമുക്ക് 2 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാം. 23,000 ആയാലും 3 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാം. 22,000 ആയാൽ 4 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യും. ഇതൊരു സ്ട്രാറ്റജിയാണ്. ഇത് വളരെ സക്സസ് ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ്. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഈ സ്ട്രാറ്റജി ഫോളോ ചെയ്യുള്ളൂ. സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയിക്കുന്ന വളരെ കുറച്ച് ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടെക്നിക്ക് മനസ്സിലായില്ലേ. സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയിക്കാനായിട്ട് ചില കൈപ്പേറിയ സ്ട്രാറ്റജികളുണ്ട്. അതിലൊരു സ്ട്രാറ്റജിയാണ് ഇത്. ഇതിപ്പോൾ 1 ലക്ഷത്തിൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. 50,000 ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ 50, പിന്നെ 1 അങ്ങനെ താഴേക്ക് പോകണം. അല്ല, അങ്ങനെ താഴേക്ക് പോകുന്നതോറും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും, സൂപ്പറാണ്. അതുള്ള ഈ Nifty 50-ലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു കമ്പനിയിൽ ചെയ്തുകൂടാ. ഫോർ എക്സാമ്പിൾ റിലയൻസ് എന്ന് പറയുന്ന കമ്പനി, HDFC ബാങ്ക് എന്ന് പറയുന്ന കമ്പനി, അല്ലെങ്കിൽ HDFC എന്ന് പറയുന്ന കമ്പനി, വിപ്രോ എന്ന് പറയുന്നതോ, ഇൻഫി എന്ന് പറയുന്നതോ, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽസോ, ഹിന്ദുസ്ഥാൻ യൂണിലിവറോ, ഏത് കമ്പനി ആയിക്കോട്ടെ, അത് എത്ര നല്ല കമ്പനി ആയിക്കോട്ടെ, ഒരു കമ്പനിയിൽ ഇങ്ങനെ ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷേ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഈ ഒരു സംഭവം ചെയ്യാം. ETF-ൽ പോലും നമ്മളൊന്ന് സൂക്ഷിക്കണം. മ്യൂച്വൽ ഫണ്ടിൽ ഇത് ചെയ്യാം. ETF-ലും സെലക്റ്റഡ് ETF-ലും മാത്രമാണ് ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പാടുള്ളൂ.
അതുകൊണ്ട് തന്നെ സിൽവറിലും ഗോൾഡിലും ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങനെ നടത്താവോ എന്ന് ചോദിച്ചാൽ, അതായത് താഴേക്ക് പോകുന്തോറും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താമെന്ന് വെച്ചാൽ ഞാൻ നോ എന്നാ പറയുള്ളൂ. കാരണം സിൽവറും ഗോൾഡും ഒക്കെ വർഷങ്ങളോളം കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ സൈഡ് ബേസ് ഇതിൽ പോയിട്ടുണ്ട്. എന്നാൽ ഇത് ഇനിയും മുകളിലേക്ക് പോകുമെന്ന് ചോദിച്ചാൽ ഒരു കറക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മുകളിലേക്ക് പോകും. ഏതാനും ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു കറക്ഷനായിട്ടാണ് എനിക്ക് ഈ കറക്ഷൻ ഫീൽ ചെയ്യുന്നത്. അത് മാസങ്ങൾ നീണ്ടു നിൽക്കാവുന്ന കറക്ഷനാവാം, വർഷങ്ങൾ നീണ്ടു നിൽക്കാവുന്ന കറക്ഷനാവാം. പക്ഷേ ഇപ്പോഴത്തെ കറക്ഷൻ അങ്ങനെയാണ് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ഇതൊന്നും ആർക്കും പെർഫെക്റ്റായിട്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ ഒരു പ്രിക്കോഷൻ എടുക്കുക. എല്ലാവരും ബോറടിച്ചിരിക്കുകയെന്ന് തോന്നുന്നു. നമുക്കൊരു കമൻറ്റ് കണ്ടിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ഈ കമൻറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. വളരെ ചെറുതായിട്ടാണല്ലേ. ഞാൻ വായിക്കുന്നത് എങ്ങനെയാണ് കാരണം ഇത് വായിച്ചിട്ട് ഞാൻ കുറേ ചിരിച്ചു. ഇത് വന്നേക്കുന്നത് നോക്കിയാൽ സോൾഡിയർ എന്ന് പറയുന്ന ഒരു ഐഡിയിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത്. പിന്നെ ഒരു ഐഫോൺ ഉണ്ട്, യു ഉണ്ട്, 5U എന്നൊക്കെ ഉണ്ട്. ഇതാണ് ID. പട്ടാളക്കാരൻ എഴുതുകയും ചെയ്യും, തെറി വിളിക്കുകയും ചെയ്യും. പുള്ളി പട്ടാളക്കാരനൊന്നുമല്ല. ഓക്കെ, എന്തായാലും നമ്മുടെ പട്ടാളക്കാരെ പോലും അവമാനിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഏതോ ഒരു ജന്മമാണ്. നമുക്ക് നികൃഷ്ട ജന്മം എന്ന് പറയാം. അപ്പോൾ കമൻറ്റ് ഇത് വായിക്കുമ്പോൾ ചിരി വരുന്നുണ്ട്. സിൽവർ ഇടിയത്തില്ല, ഒരു മയിലും ഇടിയത്തില്ല, എൻ്റെ ജില്ലും ഒരു സ്റ്റോക്ക് കയറിയല്ല, പിന്നെ കുറേ മയിലുകൾ അതിൻ്റെ പിറകെ വരും. സിൽവർ കയറുമോ ഇടിയുമോ? എനിക്ക് തോന്നിയത് പുള്ളിക്ക് കുറച്ച് സ്റ്റോക്കുണ്ട്. ഈ സ്റ്റോക്ക് കയറിയിട്ടില്ല. സിൽവറിലോ ഗോൾഡിലോ പുള്ളി ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. സോ അതിൻ്റെ വീഡിയോ കാര്യങ്ങൾ കാണുമ്പോൾ കലി വന്നിട്ട് പുള്ളിക്ക് ഒരു രക്ഷയില്ല. അയാൾ ആ കലി തീർക്കുന്നതാണ്. കാരണം വീഡിയോ കണ്ടിട്ട് പുള്ളിക്ക് തെറി പറയാൻ പുള്ളി എന്തിനാ തെറി പറയുന്നതല്ലേ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ എൻ്റെ ചാനലല്ലേ. അപ്പം ഞാൻ നിങ്ങളോടല്ല കേട്ടോ, പുള്ളിനോടാണ് പറയുന്നത്. ഇത് എൻ്റെ ചാനലല്ലേ, എനിക്കിഷ്ടമുള്ള വീഡിയോ എൻ്റെ ചാനലിൽ ഇട്ടുകൂടെ? അതിനുള്ള അവകാശം എനിക്കില്ലേ? അത്രയേ ഉള്ളൂ. പുള്ളിക്ക് എന്താ കുഴപ്പം? അപ്പോൾ എന്തായാലും നമ്മൾ ആ കമൻറ്റ് കണ്ടു. ഞാൻ ചുമ്മാ എന്ത് പറ്റി രമണ എന്ന് ചോദിച്ചു. അത് ചില സമയത്ത് എനിക്ക് വായിച്ച ആ സമയത്ത് ചിരി വന്നു, പിന്നെ എനിക്ക് ദേഷ്യം വന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത്. എന്തിനാണ് ഇവരൊക്കെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറല്ലേ, എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അതെന്തെങ്കിലും ആട്ടെ. അപ്പോൾ നമുക്ക് വീണ്ടും തിരിച്ചു പോകാം. ഗോൾഡിൻ്റെ പ്രൈസും സിൽവറിൻ്റെ പ്രൈസും വെച്ച് നോക്കുമ്പോൾ സിൽവറിൻ്റെ പ്രൈസ് എത്ര കയറിയോ അതിൻ്റെ പകുതിയാണ് ഗോൾഡിൻ്റെ പ്രൈസ് കയറിയിരിക്കുന്നത്. ഇപ്പോൾ 200% മുകളിൽ സിൽവറിൻ്റെ പ്രൈസ് ഒരു വർഷം കൊണ്ട് കയറിയിട്ടുണ്ട്. ഗോൾഡിൻ്റെ പ്രൈസ് 100% താഴെയാണ് കയറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇടിയുമ്പോഴും നമുക്ക് ആ ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റും. സിൽവർ കൂടുതൽ ഇടിയും, ഗോൾഡ് കുറച്ചേ ഇടിയുള്ളൂ. പിന്നെ എപ്പോഴും നമ്മുടെ കയ്യിൽ ലിക്വിഡ് ഫണ്ട് വേണമെന്ന് ഞാൻ പറയുമല്ലോ. ലിക്വിഡ് ഫണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഡെറ്റ് ഫണ്ടാണ്. അത് തന്നെ വേണമെന്നില്ല. ഡെറ്റ് ഫണ്ടിൽ ഒരുപാട് കാറ്റഗറി ഉണ്ട്. അതിൽ തന്നെ റിസ്ക് കുറഞ്ഞതും കൂടിയതുമായിട്ടുള്ള കാറ്റഗറി ഉണ്ട്. അതിന് വളരെ റിസ്ക് കുറഞ്ഞിട്ടുള്ള കാറ്റഗറിയാണ് ലിക്വിഡ് ഫണ്ട്. അപ്പോൾ ഈ ലിക്വിഡ് ഫണ്ട് വേണമെന്ന് ഞാൻ പറയാനുള്ള കാരണം, അതിൽ FD, ഇപ്പോൾ ലിക്വിഡ് ഫണ്ടിൽ ഇടുന്നതിന് പകരം FD ഇട്ടാൽ പോരെ എന്ന് എന്നോട് ഒരാൾ ചോദിച്ചു. ഒരു ഇൻവെസ്റ്ററാണ്. കുറച്ച് നാളായി, കഴിഞ്ഞ മാസം കണ്ടാണ് അദ്ദേഹം അത് ചോദിച്ചത്. ഞാൻ പറഞ്ഞു ശരി ഇട്ടോളാൻ പറഞ്ഞു. ഞാൻ പിന്നെ അവിടെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ നിന്നില്ല. ഒന്നാമത് തിരക്ക് ഉണ്ട്, അതുകൊണ്ട് പിന്നെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ നിന്നില്ല. എന്നാൽ ഈ വീഡിയോയിൽ ഞാനത് പറയാം. നമ്മൾ FD ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ FD നമ്മൾ കാലാവധി എത്താതെ പൊട്ടിക്കില്ല. അല്ലെങ്കിൽ അതേപോലത്തെ എമർജൻസി കേസ് വന്നാലേ പൊട്ടിക്കുള്ളൂ. മാർക്കറ്റിൽ ഇടാനായിട്ട് FD നമ്മൾ പൊട്ടിക്കില്ല. നിങ്ങളും പൊട്ടിക്കില്ല, ഞാനും പൊട്ടിക്കില്ല. അതാണ് അതിൻ്റെ ഒരു സൈക്കോളജി. അപ്പോൾ FD ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാലാവധി ആകുമ്പോഴാണ് നമ്മളത് വിഡ്രോ ചെയ്യുകയോ അല്ലെങ്കിൽ പുതുക്കി ഇടുകയോ ചെയ്യും. നോർമലി ഒരു FD ഇട്ട് കഴിഞ്ഞാൽ അത് പിന്നെ വിഡ്രോ ചെയ്യാനുള്ള സാധ്യത കുറവാണ്. നമുക്ക് പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നുമില്ലെങ്കിൽ അത് പുതുക്കി ഇടുകയാണ് ചെയ്യുന്നത്. അത് ബാങ്കുകളിൽ നിന്നും നമുക്കൊരു ഫോഴ്സ് ഉണ്ടാവാം. പിന്നെ നമ്മളത് എടുത്ത് നമ്മൾ മാർക്കറ്റിലേക്ക് ഇടണം, അങ്ങനെ ബുദ്ധിമുട്ടും ഉണ്ടാവാം. അതുകൊണ്ട് നമ്മൾ FD ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക, അത് പൊട്ടിക്കില്ല. അതങ്ങനെ തന്നെ പോകാനാണ് സാധ്യത. എന്നാൽ ലിക്വിഡ് ഫണ്ടിൽ അല്ലെങ്കിൽ ഡെറ്റ് ഫണ്ടിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു എമർജൻസി സിറ്റുവേഷൻ, മാർക്കറ്റ് എമർജൻസി സിറ്റുവേഷനാണ്. ഇനി അല്ലാത്ത എമർജൻസി സിറ്റുവേഷൻ ഇത് വിഡ്രോ ചെയ്യാൻ പറ്റും കേട്ടോ, അത് കുഴപ്പമൊന്നുമില്ല, വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ മാർക്കറ്റ് എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് മറ്റൊരു ഫണ്ടിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. ഞാൻ ഇന്നും കൂടി അങ്ങനെ ചെയ്തിട്ട് ഇരിക്കുകയാണ്. കാരണം ഞാൻ ആ ഡെറ്റ് ഫണ്ടുകളിൽ ഇട്ടു. അപ്പം എനിക്ക് ഒരു ഫണ്ട് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ തന്നെ ഞാൻ എന്നാ ചെയ്തു, അതിൽ നിന്ന് സ്വിച്ച് ചെയ്തു. ബാങ്കിൽ പൈസ ഉണ്ട്, കുറവാണ്. അപ്പോൾ ഞാൻ അതവിടെ കിടന്നോട്ടെ, നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നാലോ എന്ന് കരുതിയിട്ട് ഈ ലിക്വിഡ് ഫണ്ടിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു, ആ ഫണ്ടിലേക്ക് സ്വിച്ച് ചെയ്യുകയാണ് ചെയ്തത്. എനിക്ക് ഇഷ്ടപ്പെട്ട ഫണ്ടിലേക്ക് സ്വിച്ച് ചെയ്യുകയാണ് ചെയ്തത്. ആരും ചീത്തയൊന്നും പറയരുത്, അതൊരു ഗോൾഡ് ഫണ്ടാണേ, ഗോൾഡാണ്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് എനിക്ക് ഗോൾഡ് ഒരുപാടില്ല.
ETF ഉണ്ട്. സോവറിൻ ഗോൾഡ് ബോണ്ട് പണ്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഏതാണ്ട് ഒരു 10-200% ലാഭത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ എന്നാ ചെയ്തു, ഗോൾഡ് കുറച്ച് വാങ്ങാമെന്ന് കരുതി. ഇങ്ങനെ ഇടിയൊന്നും കണ്ടില്ല, മാർക്കറ്റ് തുറക്കുന്നതിന് മുമ്പ് സ്വിച്ച് ചെയ്താണ്. ഓക്കെ, അപ്പോൾ സ്വിച്ച് ചെയ്യുമ്പോൾ എന്തായാലും അത് ഇന്നത്തെ ഡേറ്റിനായിരിക്കും കിട്ടുള്ളൂ. ഇന്നൊരു കറക്ഷനിലാണല്ലോ, അപ്പോൾ പിന്നെ കുഴപ്പമില്ല. അതായത് നമ്മുടെ ഈ ഒരു മാർക്കറ്റ് സിറ്റുവേഷനിൽ ഏത് സമയത്തും നമുക്ക് അവസരം വരാം. അത് ചിലപ്പോൾ അടുത്ത ആഴ്ച വരാം. ബജറ്റാണ്. സോ നമുക്ക് എന്തായാലും ഒരു അവസരം അവിടെ കിട്ടും അടുത്ത ആഴ്ച. അതായത് ബജറ്റ് കഴിയുമ്പോഴത്തേനും നമുക്ക് നല്ല അവസരങ്ങൾ ഏതെങ്കിലുമൊക്കെ സെക്ടറുകളിൽ കാര്യങ്ങളിൽ കിട്ടും. അപ്പോൾ അങ്ങനെ വരാം. ആ സമയത്ത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പൈസ വേണം. അത് FD കിടന്നാൽ നടക്കുകയില്ല. FDന്ന് ഞാൻ എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ പറയുകയാണ്. ഞാനാണെങ്കിലും FD പൊട്ടിച്ച് ഇങ്ങോട്ട് ഇടി, അതിന് കുറേ ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ പിന്നെ അതിൻ്റെ പുറകെ നടക്കുകയില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. സൈക്കോളജി നിങ്ങളിങ്ങനെ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ചിന്തിച്ച് നോക്കുക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ലിക്വിഡ് ഫണ്ടിൽ കുറച്ച് പൈസ നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യണം. എല്ലാവരും അത് ശ്രദ്ധിക്കണം. അത് ചെയ്തതിന് ശേഷം മാത്രം മറ്റു ഫണ്ട് ഇട്ടാൽ മതിയെന്നേ, കുഴപ്പമില്ല. കാരണം നമുക്കൊരു ആവശ്യം വരുമ്പോൾ, ഇപ്പോൾ നിഫ്റ്റി 25,000 കേസ് ഞാൻ പറഞ്ഞു. അത് ഇപ്പം മനസ്സിലാവില്ല, കുറേ കഴിയുമ്പോൾ മനസ്സിലായി. 25,000 ഒരു ഫണ്ട് ഇട്ടാൽ നല്ലതാണ് എന്ന് പറഞ്ഞു. 23,000 ഒരു ഫണ്ട് ഇട്ടാൽ നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഫണ്ടുകളൊക്കെ നമ്മളെവിടെ ലിക്വിഡ് ഫണ്ടിൽ സേവ് ചെയ്ത് വെച്ചാൽ നമുക്ക് പടപടേന്ന് ഇടാൻ പറ്റും. സേവിങ് ബാങ്ക് അക്കൗണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് വളരെ കുറവാണ്, അതുകൊണ്ട് കാര്യമില്ല. ലിക്വിഡ് ഫണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് FDD ഒരു അടുത്ത് ഇൻട്രസ്റ്റ് കിട്ടും. അതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടുന്ന ഡെറ്റ് ഫണ്ടുകളുണ്ട്, ചെറിയ റിസ്ക്കും ഉണ്ട്. സോ ആ റിസ്ക് പോലും എടുക്കണ്ട. ഒരു 6.5% ഇൻട്രസ്റ്റ് കിട്ടുന്നതിൽ ഇട്ടാൽ പോലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആ ഇൻട്രസ്റ്റിന് വേണ്ടിയല്ല ഇടുന്നത്, പെട്ടെന്ന് എടുക്കാനും മാർക്കറ്റിൽ ഉപയോഗിക്കാനും വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ അത് ഓർത്തിരിക്കുക. ഇതെന്തിനാണ് ഇപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇതേപോലെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഉള്ള ഫണ്ട് മൊത്തം നമ്മൾ എന്നാ ചെയ്യും, സിൽവറിലും ഗോൾഡിലും ഇടും. അപ്പോൾ അങ്ങനെ ഇടുന്നവരുടെ പാനിക് മെസ്സേജുകൾ എനിക്ക് വരുന്നുണ്ട്. ഞാൻ ലോൺ എടുത്തു, എന്നിട്ട് മൊത്തം സിൽവറിലിട്ടു, എന്താ ചെയ്യുക? ഞാൻ പറഞ്ഞു, ആരാ ലോൺ എടുക്കാൻ പറഞ്ഞ്, എന്തിനാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്? ലിക്വിഡ് ഫണ്ടിൻ്റെ കാര്യം ഞാൻ മിക്ക വീഡിയോയിലും പറയുന്നുണ്ട്. അത് ചെയ്യാത്ത എന്താണ്? അല്ല, അത് വലിയ റിട്ടേൺ കിട്ടില്ലോ എന്ന്. ഇത് വലിയ റിട്ടേൺ കിട്ടും, അപ്പോൾ റിസ്ക് എടുക്കാനും ബാധ്യസ്ഥരാണ്. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, നമുക്ക് റിട്ടേൺ കിട്ടുമ്പോൾ അവിടെ ഒരു റിസ്ക് ഉണ്ട്. അതായത് ഒരു പഴഞ്ചൊല്ലുണ്ട്, റിട്ടേൺ കിട്ടണമെങ്കിൽ റിസ്ക് എടുക്കണം. എന്നാൽ റിസ്ക് എടുത്താൽ റിട്ടേൺ കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അതെപ്പോഴും മനസ്സിലാക്കുക. റിസ്ക് നമുക്ക് എടുത്താലേ റിട്ടേൺ കിട്ടുള്ളൂ, അത് ഉറപ്പാണ്. പക്ഷേ റിസ്ക് എടുത്തു എന്ന് കരുതി റിട്ടേൺ കിട്ടണം നിർബന്ധമില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, റിസ്ക് എടുക്കുകയും ചെയ്യണം. കുറേ ഫണ്ട് നമ്മൾ കറക്റ്റ് ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കണം. ചില അവസരങ്ങളിൽ ചില സ്റ്റോക്കുകൾ, ചില ഇൻഡെക്സുകൾ കാണുമ്പോൾ നമുക്കറിയാം ഇത് ബെസ്റ്റ് സ്ഥലമാണ് ഇൻവെസ്റ്റ് ചെയ്യാനെന്ന്. ആ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ മിക്കവരുടെയും കയ്യിൽ പൈസ ഉണ്ടായില്ല. യൂട്യൂബിൽ ഞാൻ കമൻറ്റിൽ കാണുന്നതാണ്, മാർക്കറ്റൊക്കെ ഇടിയുമ്പോൾ ഇപ്പം നല്ലതാണ്, ഇപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്നൊക്കെ ഞാൻ അല്ലെങ്കിൽ വീഡിയോ കാര്യങ്ങളോ അങ്ങനെ ചെയ്യുമ്പോൾ ആളുകൾ എന്താ പറയുക, ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, കാശൊന്നുമില്ല, എല്ലാം ഇൻവെസ്റ്റ് ആയിട്ട് ലോസിൽ കിടക്കുക. ഇങ്ങനെ പറയാത്ത ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ സ്വന്തം ഒന്ന് ചിന്തിച്ച് നോക്കി, ഇങ്ങനെ പറയാത്ത ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത്. ഇല്ലെങ്കിൽ നല്ലതാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. 5%, 10% ഒക്കെയാണ് മാക്സിമം സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയിക്കുക. അവിടുന്ന് ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരുള്ളൂ. ബാക്കിയുള്ളവർ വിജയിക്കാത്തതിന് കാരണം ഈ മെൻറ്റാലിറ്റിയാണ്. നോർമൽ മനുഷ്യൻ്റെ മാനസികാവസ്ഥ വെച്ചോ മെൻറ്റാലിറ്റി വെച്ചോ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. സോ നമ്മൾ അബ്നോർമലാകണം. അതങ്ങനെയാണ് കേട്ടോ. നോർമൽ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അത് ഒരു മോശമായിട്ട് ഞാൻ പറഞ്ഞതല്ല. സാധാരണ ആളുകൾ ചിന്തിക്കില്ലേ, ആ ഒരു കാഴ്ചപ്പാടിൽ നമുക്കിതിൽ വിജയിക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, വില കുറയുമ്പോൾ വാങ്ങുന്നതല്ലേ നല്ലത്? സ്വർണ്ണം അങ്ങനെയാണല്ലോ, വില കുറയുമ്പോൾ വാങ്ങുന്നതാണ് നല്ലത്. എല്ലാ സാധനവും അങ്ങനെയാണല്ലോ, പച്ചക്കറിയും ബാക്കി എല്ലാ സാധനങ്ങളും അങ്ങനെയാണല്ലോ, വില കുറയുമ്പോൾ വാങ്ങുന്നതല്ലേ നല്ലത്. സ്റ്റോക്ക് മാർക്കറ്റ് നേരെ തിരിച്ചാണ്, വില കൂടുമ്പോൾ വാങ്ങുന്നതാണ് നല്ലത്. വില കൂടുമ്പോൾ വാങ്ങിയാലേ നമുക്ക് ലാഭം കിട്ടുള്ളൂ. കൂടിയ വിലയ്ക്ക് വാങ്ങിയിട്ട് അതിനേക്കാൾ കൂടിയ വിലയ്ക്ക് വിൽക്കുക, ബൈ ഹൈ സെൽ ഹയർ. ഈ സാധനം സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയിക്കുള്ളൂ. ബൈ ലോ സെൽ ഹൈ എന്ന് പറയുന്ന സാധനം വിജയിക്കില്ല. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്ക്. അതായത് ഒരു സാധനം ഇടിഞ്ഞ് പോവാണ്, അതിൽ ഓയിൽ എത്തിയെന്ന് എപ്പോഴാണോ നിങ്ങൾക്ക് തോന്നുന്നത് അപ്പം മേടിച്ചോ. എന്നിട്ട് അത് ഹൈയിൽ വിൽക്കാൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെജോറിറ്റി കേസിൽ നമ്മൾ ഫെയിലാകുകയാണ് ചെയ്യുക. അക്കുറച്ച് ഒരു 20-30% ചിലപ്പോൾ കിട്ടിയേക്കാം, പക്ഷേ 70% കേസിലും നമുക്കങ്ങനെ വിൽക്കാൻ പറ്റില്ല. അത് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു വിരോധാഭാസമായിട്ട് തോന്നിയിട്ടില്ലേ? പിന്നെ പൂച്ചേനെ പോലെയാണ്, എങ്ങനെയൊക്കെ ഇടിഞ്ഞാലും തിരിഞ്ഞാലും ഇത് 4 കാലിൽ നിൽക്കും സ്റ്റോക്ക് മാർക്കറ്റ്. അത് നമ്മുടെ ഇൻഡെക്സുകൾ നോക്കുക കേട്ടോ, കമ്പനികൾ വൈസ് നോക്കരുത്, ഇൻഡെക്സുകൾ നോക്കുക. കമ്പനി എല്ലാം അങ്ങനെ 4 കാലിൽ നിൽക്കണമെന്നൊന്നുമില്ല. ഓക്കെ, അപ്പം ഞാനീ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ചാൽ, സിൽവറിലും ഗോൾഡും ഒക്കെ മുകളിലേക്ക് പോകുന്ന സാധനത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടോ ട്രേഡ് ചെയ്തിട്ടോ കാര്യമുള്ളൂ. സോ അതിൽ ട്രേഡ് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യാം.
പക്ഷേ എപ്പോഴും നമ്മളൊരു പ്രിക്കോഷൻ എടുക്കണം, ട്രേഡ് ചെയ്യണം. അതായത് ഇപ്പോൾ ദിവസം എന്നോട് പലരും ചോദിക്കുന്നതാണ്, ഇപ്പോൾ അവരെയൊന്നും കാണാറില്ല. അപ്പം എനിക്ക് ഒരു ദിവസം 1% പ്രോഫിറ്റ് കിട്ടിയാൽ മതി, ഒരു ദിവസം 1% പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ട്രേഡ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ ആർക്കും പറഞ്ഞു തരാൻ പറ്റില്ല, പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. എന്നാൽ 1% കിട്ടുന്ന ട്രേഡ് 100 പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റൽ ഡബിളായി. 100% പ്രോഫിറ്റ് കിട്ടിയില്ലേ? 100% പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ടാക്സും ക്യാപിറ്റൽ ഗെയിനും പിന്നെ ഷോർട്ട് ടൈം, ലോങ് ടൈം, ബാക്കിയുള്ള ട്രാൻസാക്ഷൻ ചാർജ്, ബ്രോക്കറേജ് ഇതെല്ലാം കൂട്ടി നോക്കുമ്പം എനിക്ക് തോന്നുന്നത് 1.3% ലാഭം കിട്ടുന്ന 100 ട്രേഡ് എടുത്താൽ 1,00,000 രൂപ നമ്മുടെ 1,00,000 ട്രേഡ് എടുത്താൽ, അല്ലെങ്കിൽ 1,00,000 ട്രേഡാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 1,00,000 രൂപ ലാഭമായിട്ട് കിട്ടണമെങ്കിൽ 1.3% ലാഭം കിട്ടുന്ന ആ ട്രേഡ് 100 വട്ടം എടുക്കണം. 100 വട്ടം, അതായത് 1% ലാഭം കിട്ടുന്ന ട്രേഡ് 100 വട്ടം ചെയ്താൽ പോരാ, 1.3% ലാഭം കിട്ടുന്ന ട്രേഡ് 100 വട്ടം ചെയ്യണം. കാരണം എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ 1,00,000 ഇത് വെച്ചാൽ ഞാൻ കണക്കൂട്ടിയത്. 1000 രൂപ വെച്ച് ചെയ്യുന്നവർക്ക് അത് ആപ്ലിക്കബിൾ അല്ല. കാരണം അപ്പം ചാർജുകൾ പേഴ്സൻറ്റേജ് ബേസ് വരുമ്പോൾ കൂടുന്നുണ്ടാകും. സോ ഒരു 50,000 രൂപ വെച്ച് ചെയ്യുന്നവർക്ക് ഇത് ആപ്ലിക്കബിളാണ്. 25,000 രൂപ വെച്ച് ചെയ്യുന്നവർക്കും ആപ്ലിക്കബിളാണ്. അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ ഡബിൾ ആകണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? 1.3% വെച്ചിട്ട് റിട്ടേൺ കിട്ടുന്ന രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 100 പ്രാവശ്യം ചെയ്താൽ ക്യാപിറ്റൽ ഡബിളായി. ഇനിയിപ്പോൾ 50 പ്രാവശ്യമാണ് ചെയ്യുന്നതെങ്കിൽ 2.3% ലാഭം കിട്ടുന്ന രീതിയിൽ ആണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ, അങ്ങനെ ഒരു 50 ട്രേഡ് ചെയ്താൽ നമ്മുടെ ക്യാപിറ്റൽ ഡബിളായി. അപ്പോൾ ട്രേഡ് വേണോ എന്ന് ചോദിച്ചാൽ ട്രേഡിങ് വേണം. ടാക്സൊക്കെ ഓഫ് കോഴ്സ് വളരെ കൂടുതലാണ്, പക്ഷേ വേറെ മാർഗ്ഗമില്ല. അപ്പോൾ ട്രേഡ് ചെയ്യുന്നതിൻ്റെ കൂടെ ലോങ് ടൈമിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റും വേണം. കഴിഞ്ഞ വീഡിയോയിൽ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി പറഞ്ഞിട്ടുണ്ട്. അതിന് മുമ്പത്തെ വീഡിയോയിൽ വേറെ ഒരു സ്ട്രാറ്റജിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയുടെ ലിങ്ക് മുകളിൽ ഐ ബട്ടണിൽ കൊടുത്തേക്കാം, അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോയുടെ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വീഡിയോയുടെ ലിങ്കും കൊടുത്തേക്കാം. അതിൽ നിന്നൊക്കെ ഓരോ ഐഡിയകൾ കിട്ടും. ഈ ഐഡിയകൾ അപ്ലൈ ചെയ്യണം. പിന്നെ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ വളരെ അത്യാവശ്യമായിട്ട് വേണ്ടതാണ് SIP. അത് വളരെ ചെറിയ എമൗണ്ടിന് ചെയ്താൽ പോലും കുഴപ്പമില്ല. വലിയ എമൗണ്ട് ചെയ്യേണ്ടവർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ചെറിയ എമൗണ്ടിന് ചെയ്താൽ പോലും അത് കുഴപ്പമില്ല. കാരണം SIP എന്ന് പറയുന്ന ആ ടൂള് ശരിക്കും നമ്മളെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് വളരെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മ്യൂച്വൽ ഫണ്ടിൽ ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട് മാത്രമല്ല ഉള്ളത്, ഒരുപാട് നല്ല റിട്ടേൺ തന്നിട്ടുള്ള ഇൻ്റർനാഷണൽ മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്, മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ട്സ് ഉണ്ട്, അതുപോലെ ഇപ്പോൾ ഗോൾഡ്, സിൽവർ പോലെയുള്ള കമ്മോഡിറ്റി ഫണ്ട്സും ഉണ്ട്, ഡൊമസ്റ്റിക് ഫണ്ട്സ് ഉണ്ട്, ഓവർസീസ് ഫണ്ട്സ് ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഫണ്ടുകളിൽ നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കയറുന്ന സെക്ടർ ഏതാണോ, കയറുന്ന രാജ്യം ഏതാണോ അവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാഭം കൂടുതൽ കിട്ടാനും ഒക്കെ സാധിക്കും. പല ഇൻവെസ്റ്റേഴ്സിൻ്റെ പോർട്ട്ഫോളിയോ ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ കാണുന്നത് ഇന്ത്യൻ ഫണ്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെ പാടില്ല, ഇൻ്റർനാഷണൽ ഫണ്ടുകൾ കൂടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ രാജ്യത്തിന് മുകളിൽ നമ്മളെ കഴിഞ്ഞും വലിയ ഗ്രോത്ത് റേറ്റുള്ള അല്ലെങ്കിൽ വികസിതമായിട്ടുള്ള രാജ്യങ്ങളുണ്ട്. സോ ആ രാജ്യങ്ങളിൽ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. അല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനികളുണ്ടല്ലോ, ഇന്ത്യൻ കമ്പനിയെ കഴിഞ്ഞും ഭയങ്കരമായിട്ട് വലിയ ലോകം മൊത്തം പ്രശസ്തമായിട്ടുള്ള ആ കമ്പനി ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള, ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന യൂട്യൂബർ അമേരിക്കൻ കമ്പനിയാണ്. ഗൂഗിള്, ആൽഫബെറ്റ്, ഫേസ്ബുക്ക്, മെറ്റ, ഇൻസ്റ്റഗ്രാം, ഇതെല്ലാം അതിൻ്റെ ബൈ പ്രോഡക്റ്റ്സ് ആണല്ലേ. ഇതെല്ലാം അമേരിക്കൻ കമ്പനീസാണ്. ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുണ്ട്. അപ്പോൾ ആമസോൺ, നെറ്റ്ഫ്ലിക്സ്, ടെസ്ല, ആപ്പിൾ ഫോണൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കാം നിങ്ങൾ. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ മികച്ച ഫോണല്ലേ. അപ്പം ആ കമ്പനി എന്ന് പറയുന്നത് അമേരിക്കൻ കമ്പനിയാണ്. അങ്ങനെ ലോകോത്തര കമ്പനികൾ പുറത്തുണ്ട്. ഇന്ത്യയിലല്ല ഏറ്റവും ലോകത്തെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള കമ്പനിയുള്ള, ഇന്ത്യക്ക് പുറത്താണ്. അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതല്ലേ. അപ്പോൾ ആ രീതിയിലും കൂടെ ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മുടെ മനസ്സ് വളരെ വലുതാക്കുക. നമ്മൾ ശരിക്കും പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവളയാകാതിരിക്കുക. വളരെ വാസ്റ്റായിട്ട് ചിന്തിക്കുക. നമ്മളൊരു കാഴ്ച കാണുമ്പോൾ മുകളിൽ നിന്ന് കാണാനായിട്ട് ശ്രമിക്കുക. കാരണം ഒരു ട്രാഫിക് ബ്ലോക്ക് നടക്കുന്നു എന്ന് വിചാരിക്കുക. ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായി, ആ ബ്ലോക്കിനകത്ത് നിന്നിട്ട് എവിടെയാണ് എന്താണ് പ്രശ്നമെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റില്ല. എന്നാൽ ഒരു 3-4 നില കെട്ടിടത്തിന് മുകളിൽ നിന്നിട്ട് ആ ട്രാഫിക് ബ്ലോക്ക് നോക്കുന്ന ഒരാൾക്ക് എവിടെയാണ് അതിൻ്റെ പ്രശ്നമെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മളെ കുറച്ച് വൈഡായിട്ടും ഫാസ്റ്റായിട്ടും ചിന്തിക്കുക. അപ്പോൾ നമുക്ക് നല്ല വ്യക്തമായ പിക്ചർ, ക്ലിയർ ആയിട്ടുള്ള പിക്ചർ ലഭിക്കുന്നതാണ്. അതുപോലെ മ്യൂച്വൽ ഫണ്ടിലും മറ്റും ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അക്കൗണ്ട് എടുക്കുന്നവർ നിർബന്ധമായിട്ടും എന്നെ ഒന്ന് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. പലരും അത് ചെയ്യുന്നില്ല, ഒന്ന് ചെയ്യൂ, കോൺടാക്റ്റ് ചെയ്യുക. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
എന്തെങ്കിലുമൊക്കെ എൻ്റെ അഭിപ്രായങ്ങൾ എനിക്ക് പറയാലോ നിങ്ങളോട്. അപ്പോൾ പിന്നെ നല്ല എന്തെങ്കിലും മ്യൂച്വൽ ഫണ്ടോ കാര്യങ്ങളോ കിട്ടിയാൽ അറിയിക്കാൻ പറ്റും. അങ്ങനെ പല കാര്യങ്ങൾ. അപ്പം അത് വേണമെങ്കിൽ എടുത്താൽ മതി. തള്ളാം കൊള്ളാം എന്ത് വേണേലും ചെയ്യാം, നോ ഇഷ്യൂ. അപ്പം നമ്മുടെ കൂടെ ഇപ്പോൾ കൂടി അക്കൗണ്ടും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നവരെ സഹായിക്കണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് അത് ഞാൻ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അതാണ് എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷനും സന്തോഷവും. സോ അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ, അറിയിക്കുക. അപ്പം സിൽവറിൽ വലിയൊരു കറക്ഷൻ ഇന്ന് വന്നിട്ടുണ്ട്, ഗോൾഡിലും വന്നിട്ടുണ്ട്. സോ ഇനി ബാക്കിയുള്ള ദിവസങ്ങളിൽ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ എന്താണെന്ന് നോക്കാം. പാനിക്കായിട്ട് വിൽക്കുന്ന അവസരങ്ങൾ ഒഴിവാക്കാനായിട്ട് വളരെ വാല്യുവേഷൻ കൂടി അല്ലെങ്കിൽ ഉയർന്നു നിൽക്കുന്ന സംഭവങ്ങളിൽ ഹെവി ലീവറേജ് എടുത്ത് വാങ്ങാതിരിക്കുക. കയ്യിലുള്ള പൈസയ്ക്കാണ് വാങ്ങുന്നതെങ്കിൽ കുഴപ്പമില്ല, ഹോൾഡ് ചെയ്യാം. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ ഒരു കറക്ഷൻ കണ്ടിന്യൂ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം. ട്രംപ് മിണ്ടാതിരിക്കുന്നിടത്തോളം കാലം കറക്ഷൻ കണ്ടിന്യൂ ചെയ്യാനാണ് സാധ്യത. അയാൾ എവിടെയെങ്കിലും രാജ്യത്ത് ചൊറിയാൻ പോയിട്ടുണ്ടെങ്കിൽ ഇത് സിൽവറും ഗോൾഡും വളരെയധികം മുകളിലേക്ക് ഷൂട്ടപ്പ് ചെയ്യാനും സാധ്യതയുണ്ട്. എന്തായാലും അയാൾ എന്താണ് മൊഴിയുന്നതെന്ന് നമുക്കറിയില്ല. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതുപോലെ പുതിയ അപ്ഡേറ്റും കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. Investments in securities market and mutual funds are subject to market risks. Read all the related documents carefully before investing.